ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ നിങ്ങളുടെ സന്ദേശം എന്താണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഓക്കെ, സോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സമയം എന്ന് പറയാം. പക്ഷേ വിദ്യാഭ്യാസ കാര്യത്തിൽ എന്ന് മാത്രമല്ല, ജനറലി ഒരു പൊതുവിൽ ക്യൂരിയസ് ആയിരിക്കും, കൂടുതൽ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും ഒക്കെ താല്പര്യമുണ്ടാവും. അപ്പോൾ ഇത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മാത്രമല്ല കേട്ടോ, ജനറലി ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വായന ശീലങ്ങൾ അല്ലെങ്കിൽ പുസ്തകം, ഒത്തിരി നാളുകളായിട്ട് പുസ്തകം വായിക്കാത്ത ആളുകൾ പുസ്തകം ഒക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കുന്നുണ്ട്, പുതിയ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളൊരാഗ്രഹം വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്നത്തെ ദിവസത്തെ മാത്രമല്ല, അപ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം വരുമ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത്, എന്തെങ്കിലും പുതിയ ഹോബി തുടങ്ങുക, അപ്പോൾ അതിനെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ തുടങ്ങുമെന്നുള്ളതല്ലെങ്കിൽ കൂടി ഒന്നുകിൽ രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കാം. അതിനുശേഷം നിങ്ങൾ പിന്നീട് നിങ്ങൾ ഒത്തിരി നാൾ ആഗ്രഹിച്ച ഒരു ഹോബിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പാഠങ്ങളൊക്കെ പഠിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പാഠങ്ങളെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുമ്പോൾ ചില വ്യക്തികളുടെ കൂട്ടത്തിലിരിക്കുമ്പോൾ പല കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടാവും. സംസാരത്തിൻ്റെ ഇടയിൽ അതൊരു ഗോസിപ്പ്, ഒരു പരദൂഷണമായിട്ട് മാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ആ ഒരു ലെവലിലേക്ക് പോകുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കാതെ ഓരോന്നൊക്കെ പറയുന്നുണ്ടാവും. പറയുന്ന കാര്യങ്ങൾ വേറെ ആളുകൾ അത് പല രീതിയിൽ, അല്ലെങ്കിൽ അത് കൂട്ടി ഒക്കെ മറ്റുള്ളവരുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ജീവിതത്തിൽ ചില പാഠങ്ങളാണ്, പക്ഷേ നമ്മൾ പലപ്പോഴും ഇതിനു മുമ്പും പഠിച്ചിട്ടുള്ള പാഠമായിരിക്കാം, പക്ഷേ എന്നിരുന്നാലും അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മറന്നു പോകും. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളത്, പ്രത്യേകിച്ച് ഇത് ഈ ഒരു ഇന്ന ദിവസമല്ല വരുന്ന ദിവസങ്ങളിലേക്കുള്ളൊരു പാഠം ആയിട്ട് കാണാം. പിന്നെ ചില ആളുകൾ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ള എന്തെങ്കിലും കോഴ്സസോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം, പക്ഷെ അതൊരിക്കൽ പോലും നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല പല കാരണങ്ങൾ കൊണ്ടിട്ട്. ആ ഒരു കഴിവ് നിങ്ങൾ പ്രയോജനം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബ്യൂട്ടീഷ്യൻ കോഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിച്ചിങ്ങോ അതേപോലെയുള്ള കാര്യങ്ങൾ എപ്പോഴെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഇനി അങ്ങോട്ടേക്ക് അതിലേക്ക് ശ്രദ്ധിക്കുകയും അതൊരു വരുമാന മാർഗമായിട്ട് എടുക്കാം എന്നൊക്കെ ചിന്തിക്കാനും സാധ്യതയുള്ളൊരു സമയം കൂടിയിട്ടാണെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. പൊതുവിൽ പുതിയൊരു തുടക്കത്തിലേക്ക് പോകാനുള്ള ചാൻസസ്, ഒരു തീരുമാനമൊക്കെ എടുക്കുന്ന സമയമാണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ബിഗ് താങ്ക് യു.